കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. കൂവപ്പാറയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ വനംവകുപ്പ് വിജയകരമായി കരയ്ക്ക് കയറ്റി. മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഉച്ചകഴിഞ്ഞാണ് JCB ഉപയോഗിച്ച് വഴിയൊരുക്കി ആനയെ പുറത്തെത്തിച്ചത്. കുട്ടമ്പുഴ കൂവപ്പാറയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ കരയ്ക്ക് കയറ്റി കാട്ടിലേക്ക് തുരത്തി. ചൊവ്വാഴ്ച പുലർച്ചെയോടെ കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന ജനവാസ മേഖലയിലെ കിണറ്റിൽ വീഴുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ 2:30 JCBയുടെ സഹായത്തോടെയാണ് കരയ്ക്ക് കയറ്റിയത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കിണറിന്റെ ഒരു ഭാഗം ഇടിച്ച് ആനയ്ക്ക് കയറി വരാനുള്ള മൺതിട്ട ഒരുക്കിയാണ് ആനയെ കരയ്ക്ക് കയറ്റിയത്. കൂവപ്പാറ സ്വദേശിയുടെ പുരയിടത്തിലെ കിണറ്റിലാണ് കാട്ടാന വീണത്. ആനയെ മയക്കുവെടി വെക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിരുന്നു. തുടർന്ന് ഉച്ചകഴിഞ്ഞ് രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുകയായിരുന്നു. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കരയ്ക്ക് കയറ്റിയ ആനയെ വരും ദിവസങ്ങളിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നിരീക്ഷിക്കുമെന്ന് ഷിബു തെക്കുംപടം MLA പറഞ്ഞു. ആനയെ മയക്കുവെടി വെച്ച് മാറ്റണമെന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ആവശ്യം. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റിൻ്റെ ഡോക്ടറും ഇവിടെ സ്ഥലത്തുണ്ട്. അവരുടെ നിരീക്ഷണത്തിൽ ആനയുടെ ആരോഗ്യം അത്ര ശരിയല്ല. അപ്പം അതുകൊണ്ട് വെടിവെച്ചാൽ ആനയ്ക്ക് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് മയക്കുവെടി വെച്ച് ആനയെ മാറ്റുക എന്നുള്ളത് പ്രായോഗികമായും ബുദ്ധിമുട്ടാണെന്ന് അവർ അറിയിച്ചു. അതനുസരിച്ച് ഇപ്പോൾ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ആനയെ കിണറ്റിൽ നിന്നും കയറ്റി വിടുക, തുടർന്ന് ആനയെ നിരീക്ഷിക്കാനായിട്ട് 4 ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രോണിൻ്റെ സഹായം കൂടി തേടും. ആനയെ നിരീക്ഷിച്ച് വനത്തിൽ കയറ്റിവിട്ടതിന് ശേഷം ഇനി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മയക്കുവെടി വെച്ച് ആനയെ സ്ഥലത്തുനിന്ന് മാറ്റാൻ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ എടുക്കും. അതോടൊപ്പം തന്നെ ഇവിടെ നിരന്തരമായി കാട്ടാനയുടെ ശല്യമാണ്. ഈ ശല്യത്തിന് പരിഹാരം കണ്ടെത്തുവാൻ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെൻസിംഗ് പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. 1 മാസം കൊണ്ട് ആ ഫെൻസിംഗ് പദ്ധതി പൂർത്തിയാകും. അതോടുകൂടി ശാശ്വതമായ പരിഹാരം ഈ പ്രദേശത്ത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. ഈ വീട്ടുടമസ്ഥൻ്റെ കിണറിലാണ് ആന വീണത്. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ നാശനഷ്ടം വിലയിരുത്താനായിട്ട് AEയുടെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് പരിശോധിക്കും. അർഹമായ നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. നേരിയ പരിക്കുകൾ ഉണ്ടെങ്കിലും ആനയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.